സെൻട്രൽ എക്സൈസ് ഓഫീസറായ പിതാവ് കന്യാകുമാരിയിലെ മണക്കുടിയിലുള്ള ഉപ്പളത്തെ കണക്കുകൾ പരിശോധിക്കാൻ സ്ഥിരമായി പോകാറുണ്ട്. പോകുമ്പോൾ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ മകനും കൂടെ കൂടും. കണക്കുകൾ കൗതുകത്തോടെ നോക്കും. അച്ഛൻ എന്താണ് എഴുതുന്നത് എന്ന കൗതുകം ആ കുഞ്ഞിനെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. പുറത്ത് കളിച്ച് കുസൃതിയും കുറുമ്പും കഴിഞ്ഞ് പിതാവിനടുത്തേക്ക് വരും. ഒരിക്കൽ പിതാവിരുന്ന കസേരയ്ക്ക് പിന്നിൽ തന്റെ കൈനഖം ചേർത്ത് തന്റെ പേര് കോറിയിട്ടു. ഞാൻ അവിടെ ചെന്നപ്പോഴേ ഒരു ചെയറ്, ഈ തേക്കിലുള്ള ചെയറ്, അതിൻ്റെ ബാക്കിൽ ഈ നഖം കൊണ്ട് പേരെഴുതിയതുപോലെ ഇത് ഞാനാണ് എഴുതിയത്. ഉപ്പളങ്ങളുടെ വശ്യതയും സൗന്ദര്യവും ആ ബാലന് നന്നേ ബോധിച്ചിരുന്നു. അങ്ങകലെ കാണുന്ന ഉപ്പളങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ച് മണിക്കൂറുകളോളം നിൽക്കും. പതിയെ നടന്ന് അതിനെ വലം വയ്ക്കും. നീണ്ട അരപ്പതിറ്റാണ്ടിന് ശേഷം ഉപ്പളം കാണണമെന്ന അദമ്യമായ മോഹം അദ്ദേഹത്തെ വീണ്ടും മണക്കുടിയിലെത്തിച്ചു. തന്റെ ഊഷ്മളമായ ബാല്യകാല സ്മരണകൾ പേർന്ന ആ തടിക്കസേരയും താൻ കോറിയിട്ട അക്ഷരങ്ങളും ഒരു നിയോഗം പോലെ മാറാതെ അവിടെ ഉണ്ടായിരുന്നു. കസേര വിലയ്ക്ക് ചോദിച്ച മനുഷ്യന് ഉപ്പളം തന്നെ വിലയ്ക്ക് നൽകി. ഡോക്ടർ മജീദ് ഖാന്റെ ക്യാപ് സാൾട്ട് എന്ന ഉപ്പ് കമ്പനിയുടെ ഉത്ഭവം അവിടെയായിരുന്നു. വെറുമൊരു സാധാരണ ജീവിതത്തിൽ നിന്നും ജീവിതത്തിന്റെ അത്യപൂർവതകളിലേക്ക് ആരവങ്ങളില്ലാതെ നടന്നു കയറിയ അപൂർവ വ്യക്തിത്വം. ജീവിതം മജീദ് ഖാന് സമ്മാനിച്ചത് സമ്മോഹനമായ സ്മരണകളാണ്. എൻ്റെ വീട് ഈ കൂട്ടപ്പനയാണ്. ആ വീട്ടിലാണ്, ആ വീട് എൻ്റെ അച്ഛൻ വെച്ച വീടാണ്. അച്ഛന് എക്സൈസിലായിരുന്നു ജോലി. അമ്മ വേറെ ജോലിയൊന്നുമില്ല. ഞാനും എൻ്റെ അനുജനും മാത്രമേ ആണുങ്ങളായിട്ടുള്ളൂ. നെയ്യാറ്റിൻകര പട്ടണത്തിൽ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന അലി ഹാസൻ മുഹമ്മദിൻ്റെയും സൽമ ബീവിയുടെയും മകനായി ജനനം. കൂട്ടത്തിൽ ഒരു സഹോദരനും 3 സഹോദരിമാരും. നെയ്യാറ്റിൻകര ഊരൂട്ടുകാല ഗവൺമെന്റ് LPSലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പഠനത്തിൽ മാത്രമല്ല കലാകായിക രംഗങ്ങളിലും മികവ് പുലർത്തിയിരുന്ന വിദ്യാർത്ഥിയായിരുന്നു കുഞ്ഞു മജീദ്. മണ്ണിനോട് മല്ലിട്ട ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കയ്പും മധുരവും അനുഭവിച്ചറിഞ്ഞ ബാല്യ യൗവനങ്ങൾ ഒരു ഹരമായി കൃഷിയെ പുണർന്നു നിന്നിരുന്ന ബാല്യത്തിന്റെ നിറമാർന്ന ദിനങ്ങൾ, ഇതൊക്കെ മജീദ് ഖാന് അതിരില്ലാത്ത സന്തോഷം നൽകിയിരുന്നു. 1952 നെയ്യാറ്റിൻകര ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും മെട്രിക്കുലേഷനിൽ മികച്ച വിജയം കരസ്ഥമാക്കി സ്കൂൾ ജീവിതം അവസാനിപ്പിച്ചു. രാജ്യമാകെ വ്യാപിച്ചിരുന്ന ഭക്ഷ്യക്ഷാമത്തിന്റെ നാളുകളിലാണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കരസ്ഥമാക്കാൻ മജീദ് ഖാനെ പിതാവ് തൃശൂരിലെ പോളിടെക്നിക്കിൽ ചേർക്കുന്നത്. ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന പുത്രനെ ദിവസങ്ങൾക്ക് ശേഷം കാണുവാനെത്തിയ പിതാവ് കണ്ടത് ബജറ ധാന്യം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം മാത്രം 3 നേരവും കഴിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന മകനെയാണ്. ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ട് തൻ്റെ മകൻ പഠിക്കേണ്ടതില്ലെന്ന കഠിനമായ തീരുമാനം ക്ഷണനേരം കൊണ്ടെടുത്ത് കേവലം 20 ദിവസം പൂർത്തിയാക്കിയ പഠനം അവസാനിപ്പിച്ച് അലി ഹസൻ മകനുമായി നെയ്യാറ്റിൻകരയിലേക്ക് മടങ്ങി. പിന്നെ പഠനം തിരുവനന്തപുരത്തെ MG കോളേജിലേക്ക് മാറ്റി. ഇന്റർമീഡിയറ്റ് പാസ്സായി MGT ELC കോഴ്സ് പൂർത്തിയാക്കി. അതെ, കേരളം വളരെ പ്രതീക്ഷയോടെ അതിൻ്റെ പ്രയാണം ആരംഭിക്കുന്ന കാലത്ത് തന്നെയാണ് മജീദ് ഖാനും തൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നത്. തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്ന മലബാറും ചേർന്ന് ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ട 1956 തന്നെയാണ് NI നെയ്യാറ്റിൻകരയിൽ പ്രവർത്തനം ആരംഭിച്ചത്.
സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അംഗീകൃത കോഴ്സുകൾ ഒന്നും തന്നെ കേരളത്തിൽ ഇല്ലാതിരുന്ന കാലത്താണ് തൻ്റെ ഗുരുനാഥനായിരുന്ന SK പണിക്കരുമായി ചേർന്ന് നെയ്യാറ്റിൻകരയിൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് നെയ്യാറ്റിൻകര ഒരു MGTയുടെ സ്കൂൾ തുടങ്ങി, മദ്രാസ് ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാം. ഇവിടെ പഠിപ്പിക്കും, തക്കരയിലോ നാഗൂരിലോ കൂടി പരീക്ഷ എഴുതണം. തമിഴ്നാട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ MGT കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിച്ചത്. പഠനം ഇവിടെയും പരീക്ഷ തമിഴ്നാട്ടിലുമെന്നതായിരുന്നു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതി. രണ്ടാമത്തെ ബാച്ച് ആരംഭിച്ചപ്പോൾ താൽപ്പര്യരാഹിത്യം കാരണം SK പണിക്കർ വിട്ടുപോവുകയും തലയിൽ S കേശവൻ നായരും കൈപ്പള്ളി കൃഷ്ണപിള്ളയും സഹായഹസ്തവുമായി എത്തുകയും ചെയ്തു. പക്ഷേ ഈ കേരളത്തിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ട് കേരളത്തിൽ ഒരു പരീക്ഷയും ഈ ടെക്നിക്കൽ എക്സാമിനേഷൻ പരീക്ഷ നടത്തില്ല. എല്ലാം മദ്രാസിലാണ്. ഡ്രോയിങ് മാസ്റ്റേഴ്സായിട്ട് ഡ്രോയിങ് ടീച്ചേഴ്സായിട്ട് വരുന്നവർ അവർ വരെ പരീക്ഷ നടത്തുന്നത് മദ്രാസിൻ്റെ പരീക്ഷയാണ് എടുക്കുന്നത്. ഇതേ അവസരത്തിൽ തന്നെ മജീദ് ഖാൻ അന്നത്തെ കേരളത്തിലെ സാങ്കേതിക വകുപ്പ് ഡയറക്ടർ ഗോപാലകൃഷ്ണപിള്ളയെ സമീപിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ പരിമിതികളെപ്പറ്റി ധരിപ്പിച്ചു. അദ്ദേഹം സാധ്യതാ പഠനത്തിന് ഒരു സമിതിയെ നിയോഗിക്കുകയും സമിതിയുടെ തീരുമാനപ്രകാരം കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് ആരംഭിക്കുകയും ചെയ്തു. ഇതോടുകൂടി നെയ്യാറ്റിൻകര മുനിസിപ്പൽ ടൗൺ ഹാളിൽ NI അഥവാ നൂറുൽ ഇസ്ലാം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന് കേന്ദ്ര സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം നേടാനായിരുന്നു മജീദ് ഖാന്റെ അടുത്ത ശ്രമം. MLA കുഞ്ഞികൃഷ്ണൻ നാടാരും അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുമാണ് അതിന് തുണയായത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്തെത്തിയ അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ മടക്കയാത്രയ്ക്ക് മുമ്പ് കന്യാകുമാരി സന്ദർശിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയും ഡയറക്ടറും പരിവാരങ്ങളുമായി കന്യാകുമാരിയിലേക്ക് തിരിച്ചു. NIയുടെ മുന്നിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കുവാൻ പട്ടം തന്നെ മജീദ് ഖാനോട് നിർദ്ദേശിച്ചു. പൂമാലയും ബൊക്കയുമായി നൂറുൽ ഇസ്ലാം സ്ഥാപനത്തിൻ്റെ മുന്നിൽ കാത്തുനിന്നവരെ കണ്ട് മുഖ്യമന്ത്രി കാർ നിർത്തി. പുറത്തിറങ്ങി, ഒപ്പം ഡയറക്ടറും. സ്ഥാപനം കണ്ട് വിദ്യാർത്ഥികളുമായി സംസാരിച്ച ഡയറക്ടർ മടക്കയാത്രയിൽ വീണ്ടും NIയിൽ ഇറങ്ങി. അംഗീകാരത്തിൻ്റെ വിഷയത്തിൽ ഉറപ്പ് നൽകിയാണ് തിരിച്ചുപോയത്. എങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. എന്നാൽ പൊതുപരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് കേന്ദ്ര ഡയറക്ടറേറ്റിൽ നിന്നും ചോദ്യപേപ്പർ എത്തി. അപ്രതീക്ഷിതമായി ലഭിച്ച കേന്ദ്ര അംഗീകാരം സ്ഥാപന ചരിത്രത്തിലെ നാഴികക്കല്ലായി. പരീക്ഷയിൽ വിജയിച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കെല്ലാം ജോലി ലഭിച്ചതോടെ അടുത്ത അഡ്മിഷന് തിരക്ക് കൂടി. തുടർന്ന് സ്ഥാപനം നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലെ M വേലായുധൻ മുതലാളിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റപ്പെട്ടു. 1957 ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് യുദ്ധത്തിൽ വിജയിച്ച് കേരളത്തിലെ അധികാരത്തിലെത്തി. ഭൂപരിഷ്കരണത്തിനായി കേരളത്തിലെ ഭൂമി അളന്നു തിരിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ സർവേ ഡിപ്പാർട്ട്മെന്റിൽ അതിന് യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ എണ്ണം പരിമിതമായത് പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി. സർവേ ഡയറക്ടർ NIയുടെ സഹായം തേടി. 9 മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന ചെയിൻ സർവേ കോഴ്സ് ആരംഭിക്കുന്നതിന് കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകി. 3 ഷിഫ്റ്റുകളിലായി 286 വിദ്യാർത്ഥികളാണ് സർവേ കോഴ്സ് പഠിച്ചത്. പരീക്ഷ എഴുതി വിജയിച്ചവർക്കെല്ലാം സർവേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ലഭിച്ചു. ഭൂപരിഷ്കരണത്തിനായി കേരളത്തെ അളന്നു തിട്ടപ്പെടുത്തുക എന്ന ചരിത്ര നിയോഗം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് NIITയിലെ വിദ്യാർത്ഥികളായിരുന്നു. IR8 നെല്ലിനം കേരളത്തിലെ പാടങ്ങളിൽ കൃഷി ചെയ്തപ്പോൾ മെതിയന്ത്രം നിർമ്മിച്ചതും കോഴിക്കുഞ്ഞ് വിരിയിക്കുവാനുള്ള ഇൻക്യുബേറ്റർ നിർമ്മിച്ചതും ഞാറ് നടുന്നതിൽ സഹായിക്കുന്ന വീഡർ നിർമ്മിച്ചതും പൊതുജനം ഇരുമ്പാപ്പീസ് എന്ന് വിളിച്ചിരുന്ന അമരവിളയിലെ ഈ NI ഇൻഡസ്ട്രിയൽ യൂണിറ്റിലായിരുന്നു. നെയ്യാറ്റിൻകര താലൂക്കിൽ ഒരു വിദ്യാഭ്യാസ രംഗത്ത് വളരെ കാൽവയ്പ് വെച്ചുകൊണ്ടാണ് ആദ്യമായി ഒരു IT ഇൻസ്റ്റിറ്റ്യൂട്ട് അമരവിളയിൽ അദ്ദേഹം ആരംഭിക്കുന്നത്. എന്തോ കാരണവശാൽ IT ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1987-89 ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ വിദ്യാർത്ഥിയായി പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആരംഭിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത് NIക്ക് ഒരു അവസരമായി. നടപടികളെല്ലാം സർവേ കോഴ്സിൻ്റെ പുനരാവർത്തനം.
50 പേരുടെ പുതിയ കോഴ്സിന് സർക്കാർ അനുമതി നൽകി. സമയബന്ധിതമായി കോഴ്സ് പൂർത്തിയാക്കി പരീക്ഷ എഴുതി വിജയിച്ചവരെല്ലാം സർക്കാർ ജീവനക്കാരായി. ഞങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു. എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 5-6 ആഴ്ചക്കകത്ത് തന്നെ ജോലിയിലേക്ക് വേണ്ടി നിയമന ഉത്തരവ് കിട്ടി. ഇതിനൊപ്പമാണ് മങ്കൊമ്പ് സ്വാമിയുടെ ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ യൂണിറ്റിൽ NIയിൽ നിന്നും 20 പേരെ ജോലിക്കെടുത്തത്. സ്ഥാപനത്തിൽ അകാരണമായി തൊഴിൽ സമരമുണ്ടായപ്പോൾ NIയിൽ പഠിച്ചവരാരും സമരത്തിൽ പങ്കെടുത്തില്ല. അവരുടെ തൊഴിൽ പ്രതിബദ്ധതയിൽ ആകർഷണീയനായ സ്വാമി NIയിൽ നിന്നും പഠിച്ചിറങ്ങിയ 250 പേർക്ക് കൂടി സ്ഥാപനത്തിൽ തൊഴിൽ നൽകി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനം സംസ്ഥാന സർക്കാരിൻ്റെ കെൽട്രോണായി മാറി. പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൽ ആരംഭിച്ച 40 ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളിൽ ഒന്ന് മജീദ് ഖാൻ ഏറ്റെടുത്തു. അമരവിളയിലാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. നിത്യജീവിതത്തിനാവശ്യമായ ഗാർഹിക ഉപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കുകയും തൽപരരായ വിദ്യാർത്ഥികളെ വിദഗ്ധ തൊഴിലാളികളാക്കി മാറ്റുകയുമാണ് വ്യവസായ യൂണിറ്റുകളുടെ ലക്ഷ്യം. ഇരുളിലായിരുന്ന മലബാറിലെ നിരത്തുകളാകെ വൈദ്യുതീകരിക്കാൻ തീരുമാനിച്ച KSEBക്ക് ആവശ്യമായ ഉപകരണങ്ങൾ പൂർണ്ണമായി NI നിർമ്മിച്ചു നൽകി. ഇവയെല്ലാം നിർദ്ദേശാനുസരണം മലബാർ മേഖലയിലാകെ എത്തിക്കുന്നതിനാണ് NI ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്ക് പട്ടാള വാഹനങ്ങൾ ഉപയോഗിച്ച് ഡ്രൈവിംഗ് പരിശീലനം നൽകുമ്പോഴാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് തുടങ്ങുന്നതിന് പദ്ധതിയിടുന്നത്. അപരിചിതമായ മേഖല ഉയർത്തിയ പ്രതിസന്ധികൾ മറികടന്ന് പൂനെയിൽ നിന്നും വാങ്ങിയ വിമാനത്തിൽ 1973 അമരവിള NIയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ആരംഭിച്ചു. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരായിരുന്നു വിദ്യാർത്ഥികളിൽ ഏറെയും എന്നുള്ളത് സ്ഥാപനത്തിൻ്റെ യശസ് വർദ്ധിപ്പിച്ചു. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അമരവിള NIITCക്കൊപ്പം തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലത്ത് സർക്കാർ അനുമതിയോടെ പോളിടെക്നിക് ആരംഭിക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടപ്പോൾ മജീദ് ഖാൻ പതിയെ കളം മാറ്റി. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ അദ്ദേഹം തമിഴ്നാട് ഗവൺമെൻറ്റുമായി കൈകോർക്കുവാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ഒരു പരിപാടി സത്തുണവ് ഫണ്ടിലേക്ക് 2-3 ലക്ഷം രൂപ സംഭാവന. യശശരീരനായ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MGRന്റെ അകമഴിഞ്ഞ പിന്തുണയാണ് ഇക്കാര്യത്തിൽ മജീദ് ഖാന് തുണയായത്. ദരിദ്ര വിദ്യാർത്ഥികൾക്കായി MGR രൂപീകരിച്ച സത്തുണവ് പദ്ധതിയിൽ മികച്ച സംഭാവന നൽകാൻ മജീദ് ഖാൻ തയ്യാറായത് MGRനെ സന്തുഷ്ടനാക്കി. ശൂന്യതയിൽ നിന്ന് ആരംഭിച്ച സുദീർഘമായ പരിശ്രമങ്ങൾക്കൊടുവിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള തിരുവിതാംകൂറിൽ 1984 പോളിടെക്നിക് ആരംഭിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിദ്യാർത്ഥികളേറെയും അപ്പോഴും മലയാളികൾ തന്നെ. തമിഴ്നാട് സർക്കാരിൻ്റെ സാങ്കേതിക കോഴ്സുകൾ ഇവിടെ പഠിപ്പിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതിച്ച് ഉദ്യോഗസ്ഥരാക്കിക്കൊണ്ടിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഉന്നത ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക, പഠിച്ചിറങ്ങുന്നവർക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ നേടിക്കൊടുക്കുക എന്നിവ സ്ഥാപനത്തിൻ്റെ മുഖമുദ്രയാക്കാൻ മജീദ് ഖാൻ സാധിച്ചത് കാരണം ഇത്തരം സ്വാശ്രയ സ്ഥാപനങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകളൊന്നും NIയെ ബാധിച്ചില്ല. ഇതിനൊപ്പം അടുത്തായി തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജും പ്രവർത്തനം ആരംഭിച്ചു. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഗവേഷണവും വരെ നടത്താൻ അവസരം നൽകുന്ന സരസ്വതി ക്ഷേത്രമായി NI ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നിലനിൽക്കുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം അച്ചടക്കത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും പ്രത്യേക പ്രാധാന്യം നൽകാൻ ഡോക്ടർ മജീദ് ഖാൻ എന്നും ശ്രദ്ധാലുവായിരുന്നു. 1984 എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രഖ്യാപനത്തോടെ കടന്നുവന്ന രാജീവ് ഗാന്ധി ഇന്ത്യയെ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തി. മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന മജീദ് ഖാൻ ഈ കാലഘട്ടത്തിൽ അവസരത്തിനൊത്തുയർന്നു. 1986 കന്യാകുമാരി ജില്ലയിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനായുള്ള ശ്രമം ആരംഭിച്ചു. കോളേജിന് പ്രകൃതിയുമായി ഇണങ്ങുന്ന സ്ഥലം തന്നെ വേണമെന്ന വാശിയാണ് മജീദ് ഖാനെ കുമാരകോവിലിൽ എത്തിച്ചത്. കെട്ടിട നിർമ്മാണാനന്തരം കടമ്പകൾ കടന്ന് തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ കടന്ന NI എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അംഗീകാരത്തിനുള്ള ഫയൽ MGRന്റെ അകാല വിയോഗത്തോടെ
ചുവപ്പ് നാടയിൽ കുരുങ്ങി. പിന്നീട് വന്ന മുഖ്യമന്ത്രി MGRന്റെ പത്നി ജാനകി രാമചന്ദ്രൻ ഫയലിൽ ഒപ്പിട്ടെങ്കിലും ഫയൽ പുറത്തെത്തിക്കാൻ കഠിന പരിശ്രമം തന്നെ വേണ്ടി വന്നു. അന്നത്തെ തമിഴ്നാട് ഗവർണർ മലയാളിയായ PC അലക്സാണ്ടറുടെയും അന്നത്തെ കേന്ദ്രമന്ത്രി MM ജേക്കബിന്റെയും ശ്രമഫലമായി ഒപ്പിട്ട ഫയൽ പുറത്തെത്തിച്ചു. പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അംഗീകാരത്തിന് AICTE അംഗീകാരം വേണമെന്ന് ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസാക്കിയതോടെ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന സ്വപ്നം വീണ്ടും പ്രതിസന്ധിയിലായി. ഡൽഹിയിലേക്കായിരുന്നു പിന്നീടുള്ള മജീദ് ഖാന്റെ പ്രയാണം. പാർലമെന്റിൽ പാസ്സായതല്ലാതെ അതിൻ്റെ റൂൾസോ അതിൻ്റെ കമ്മിറ്റിയോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ എത്ര കാലം എടുക്കുമെന്നുള്ള പറയാൻ ഒക്കില്ല. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് MP ഉണ്ട്, ചാൾസ് എന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യൻ പാർലമെന്റിലെ കേരളത്തിന്റെ പ്രതിനിധികളായ A. ചാൾസ്, തലേക്കുന്നിൽ ബഷീർ, വക്കം പുരുഷോത്തമൻ, AK ആന്റണി എന്നിവരുടെ ശ്രമഫലമായി AICTE അംഗീകാരം എന്ന കടമ്പയിൽ അനുകൂല തീരുമാനമെടുപ്പിക്കുവാൻ മജീദ് ഖാന് സാധിച്ചു. അംഗീകാരം നേടിയെടുത്തെങ്കിലും അഡ്മിഷൻ നേടി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തിക്കുകയെന്നത് ഒരു പ്രശ്നമായി മാറി. എന്നാൽ അഡ്വക്കേറ്റ് വേണുഗോപാൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ കിട്ടിയ അനുകൂല വിധിയിൽ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പരീക്ഷ നടത്താനുള്ള വിധി സമ്പാദിച്ചു. ഇന്ന് 540 ഏക്കറിലായി വിശാല ക്യാമ്പസായി NI എഞ്ചിനീയറിംഗ് കോളേജ് മാറി. നവീന കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ഡോക്ടർ മജീദ് ഖാൻ സ്വീകരിക്കുന്ന കൃത്യതയാണ് ഈ സ്ഥാപനത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരുപാട് പിള്ളേരായാലും ബന്ധുക്കളായിരുന്നാലും പിന്നെ രക്ഷകർത്താക്കളായിരുന്നാലും എല്ലാവരും ഈ ഫീൽഡിലുള്ളവരല്ലേ, ടെക്നിക്കൽ ഫീൽഡാണ്. അപ്പോൾ അത് അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞ് ഇടപഴകി വന്നപ്പോൾ നമുക്കിങ്ങനെ വരുന്ന പുതിയ അവർ തന്നെ പുതിയ പറയും. ഇതിപ്പോൾ തന്നെ റോബോട്ടിക് ഇരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു കേട്ടാണ് നമ്മൾ റോബോട്ട് അറിഞ്ഞത്. മൂവായിരം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ലൈബ്രറി വിജ്ഞാനദാഹികളുടെ അക്ഷയഖനിയാണ്. വിദ്യാഭ്യാസ രംഗത്തെ സ്തുത്യർഹമായ പ്രയാണത്തിന് ലഭിച്ച അംഗീകാരമായിരുന്നു NIക്ക് 2008 ലഭിച്ച കൽപ്പിത സർവകലാശാല പദവി. അങ്ങനെ മജീദ് ഖാൻ NI യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറുമായി. സുപ്രീം കോടതി നടത്തിയ കർശന പരിശോധനയുടെ ഭാഗമായി ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സർവകലാശാല പദവി കോടതി നിർദ്ദേശപ്രകാരം പിൻവലിച്ചപ്പോഴും നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാല പദവി തുടരുകയാണ്. കുമാരകോവിലിലെ 540 ഏക്കറിലായി മജീദ് ഖാൻ രൂപകൽപ്പന നൽകിയ സ്ഥാപനം ആർക്കും മാതൃകയാക്കാവുന്ന ഹരിത ക്യാമ്പസാണെന്ന് നിസ്സംശയം പറയാം. കുന്നിൻ നെറുകയിലെ തെളിനീർ പ്രവാഹത്തെ സംരക്ഷിക്കുകയും സ്ഥാപനത്തിനാവശ്യമായ ജലം മുഴുവൻ അതിൽ നിന്നും കണ്ടെത്തുകയും ചെയ്യുന്നു. മരങ്ങൾ മുറിക്കുക എന്നുള്ളത് ഒഴിവാക്കുക. മരത്തിന് എത്രത്തോളം ഒഴിവാക്കി വെക്കും അത്രത്തോളം ഒഴിവാക്കി തന്നെ ഇടും. പിന്നെ നടുന്നത് ഇഷ്ടംപോലെ മരം നട്ടുകൊണ്ടിരിക്കും. മുള മാത്രം 1000 മുള അടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. മുള, കുരങ്ങുകളും കഴുതകളും അടക്കമുള്ള പക്ഷിമൃഗാദികൾ ഇവിടെ സസുഖം വാണരുളുന്നു. 2004 രാക്ഷസരൂപം പ്രാപിച്ച സുനാമി തിരമാലകൾ ദക്ഷിണേന്ത്യൻ തീരത്താകമാനം സർവനാശം വിതച്ചപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി NIയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സർവാത്മന രംഗത്തെത്തി. ദുരിതബാധിതർക്കിടയിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ വേളയിൽ മജീദ് ഖാൻ ചിന്തിച്ചത് സ്ഥായിയായ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ സുനാമി എന്ന ദുരന്തം ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരു ജില്ലയാണ് കന്യാകുമാരി ജില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു സുനാമി വന്നതിന് ശേഷമുള്ള അതിനെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പഴയ രീതിയിൽ ആ ഒരു ജില്ലയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ഒരു ചർച്ചകൾ നടക്കുന്നൊരു വേളയിൽ അന്ന് പിതാവ് പറഞ്ഞൊരു കാര്യം, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി വിദ്യാഭ്യാസമാണ്.
അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് സുനാമിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുക? ആ ഒരു ചിന്ത നമ്മൾ ചെന്നെത്തിയത് ഒരു ഉപഗ്രഹ നിർമ്മാണത്തിലോട്ടിട്ടാണ്. അപ്പോൾ അതിനും പിതാവിന് കർക്കശമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു. ആ ഉപഗ്രഹം നിർമ്മിക്കുന്നത് ISROയിലെയോ മറ്റ് റിസർച്ച് ലാബുകളിലോ ആവരുത്, യൂണിവേഴ്സിറ്റിയുടെ പ്രിമേസിനകത്ത് തന്നെ വേണം എന്നുള്ളത്. 16ഓളം ISRO മുൻ ശാസ്ത്രജ്ഞരുടെയും 200-ലധികം വിദ്യാർത്ഥികളുടെയും 10 വർഷക്കാലത്തെ കഠിന തപസ്യയുടെ ഫലമായിരുന്നു 2017 ജൂൺ 23-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ബഹിരാകാശത്തിലേക്ക് കുതിച്ചുയർന്ന നോയ്സാറ്റ് എന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം. NI സർവകലാശാല ഏറ്റെടുത്ത ഏറ്റവും ചെലവേറിയ പദ്ധതിയായിരുന്നു നാനോ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഉപഗ്രഹ നിർമ്മാണവും വിക്ഷേപണവും. I would say that the gesture of ISRO scientists in helping the students in developing science speaks volumes about our scientific community's interest in encouraging innovation among our youths. വിദ്യാഭ്യാസ രംഗത്ത് NI യൂണിവേഴ്സിറ്റിയുടെ യശസ് വാനോളം ഉയർത്തുന്നതിന് പ്രസ്തുത ഉപഗ്രഹ വിക്ഷേപണം വഴിതെളിച്ചു. And we have the award for best private university in Tamil Nadu. साथियों तालियों के साथ नूरुल इस्लाम यूनिवर्सिटी. बहुत बहुत बधाइयां बेस्ट प्राइवेट यूनिवर्सिटी इन तमिलनाडु नूरुल इस्लाम यूनिवर्सिटी. 2005 ജൂൺ 13-നാണ് നിംസ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ഡോക്ടർ മധു ശ്രീധരന്റെയും ഡോക്ടർ മഞ്ജു തമ്പിയുടെയും നേതൃത്വം നിംസിന്റെ വളർച്ചയിൽ വളരെ നിർണായകമായിരുന്നു. ചികിത്സാരംഗത്തെ നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുകയും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് കാരണം നിംസ് ദക്ഷിണ കേരളത്തിലെ മികച്ച ആശുപത്രികളിൽ ഒന്നായി മാറി. 1500ഓളം ജീവനക്കാരുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി നിംസ് മാറി. രോഗിയുടെ കൈവശമുള്ള തുക മാത്രം ചികിത്സാ ഫീസായി സ്വീകരിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർക്കായി നിംസ് ഒരുക്കിയിരിക്കുന്ന നൂതന സംവിധാനമാണ് സ്പെക്ട്രം. സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്ന സംവിധാനമായി പെട്ടെന്ന് ഇത് മാറി. കേരളത്തിലെ ഏറ്റവും മികച്ച സൗരോർജ്ജ പ്ലാന്റുകളിൽ ഒന്ന് നിംസിൽ പ്രവർത്തിക്കുന്നു. സൂര്യതാപത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിലാണ് നിംസിന്റെ കാത്ത് ലാബ് പ്രവർത്തിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടിയെടുത്ത പദ്ധതിയാണിത്. UN പ്രതിനിധികൾ നിംസ് സന്ദർശിക്കുകയും പദ്ധതിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുകയും ചെയ്തു. പാരമ്പര്യേതര ഊർജ്ജ ഉൽപ്പാദനത്തിന്റെ മികച്ച മാതൃകയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ UN അസംബ്ലിയിൽ നിന്ന് നിംസ് പ്രതിനിധിയായ MS ഫൈസൽ ഖാന് അവർ അവസരം നൽകിയത് വ്യത്യസ്ത വീക്ഷണത്തിനുള്ള മികച്ച അംഗീകാരമായി. ഏഷ്യയിലെ തന്നെ ആദ്യമായിട്ടുള്ള സോളാർ കാത്ത് ലാബ് എന്നൊരു ആശയം രൂപം കൊണ്ടുവന്നത് ISRO മാധവൻ നായർ സാറും വിദ്യാർത്ഥികളും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു പ്രോജക്റ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന അപ്പോൾ അതിൽ തന്നെ പല കൺഫ്യൂഷൻസ് ഉണ്ട്. ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി എന്നൊരു കോൺസെപ്റ്റ് വന്നു. കാരണം അതിനകത്ത് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ലിലൂടെ കണക്ട് ചെയ്തു. അങ്ങനെ സോളാറായി വിൻഡായി രണ്ടും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച നൂതനങ്ങളായ നിരവധി കോഴ്സുകളും ബയോടെക്നോളജി പഠന ഗവേഷണ വിഭാഗങ്ങളും സർവകലാശാല ആസ്ഥാനത്ത് ആരംഭിച്ചതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ പഠന ഗവേഷണങ്ങൾക്ക് സഹായകമായി പുതിയ ആശുപത്രിക്കും തുടക്കം കുറിച്ചു. നിലപാടുകളിലെ കാർക്കശ്യം, ഹൃദയവിശുദ്ധിയുടെ ഊഷ്മളത, മനുഷ്യനും മനുഷ്യത്വവും ഇഴപിരിയാനാകാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഡോക്ടർ മജീദ് ഖാൻ. കാലം കാത്തുവച്ച അവസരങ്ങൾ ഒന്നാകെ കരുതലോടെ ഒരു കൗശലക്കാരൻ്റെ കുശാഗ്ര ബുദ്ധിയോടെ ഉപയോഗപ്പെടുത്തിയുള്ള യാത്ര. സൗഹൃദങ്ങളുടെ കരുത്തും കരുതലും തലോടലും പൂർത്തിയാകുമ്പോൾ ഡോക്ടർ മജീദ് ഖാന് ജീവിതം ഊഷ്മളമായ ഒരു അനുഭവമാകുന്നു.
64 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റമുറി ക്ലാസ്സിൽ നിന്നും ആരംഭിച്ച അക്ഷരയാത്ര പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്നും അതനുസ്യൂതം തുടരുന്നു. പ്രശസ്തമായ 16 സ്ഥാപനങ്ങൾ, വിരമിക്കലില്ലാത്ത 5000-ഓളം ജീവനക്കാർക്ക് അന്നവും ആശ്രയവും. ഓരോ വർഷവും പഠിക്കാനെത്തുന്ന 6000-ഓളം വിദ്യാർത്ഥികൾക്ക് ജീവിതവുമായി ഡോക്ടർ മജീദ് ഖാൻ തൻ്റെ അക്ഷരയാത്ര തുടരുന്നു. നെയ്യാറ്റിൻകര എന്ന ചെറുപട്ടണത്തിൽ നിന്ന് കൊളുത്തിയ ദീപശിഖകളൊന്നും തന്നെ കെടാതെ കാലത്തിന് വെളിച്ചമായി, പ്രതിബന്ധങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും പതറാതെ കാലത്തിന് ഒരു കാതം മുന്നേ നടന്ന ഒരു പോരാളി, ലക്ഷ്യബോധമുണ്ടായിരുന്ന പോരാളി.